ഓ നല്ല ചിമിട്ടനാ. എന്താ അവന്റെ പേര്? ജീവൻ. അത് തന്നെ. ആ ശൈത്താൻ വിഷ്ണു അല്ലോടോ മിസ്റ്റേക്ക് കാട്ടിയത്. നിങ്ങളെന്താ പിന്നെ ഓനെ ചീത്ത വിളിക്കാനേ? ഞാനിനി ചീത്ത വിളിക്കണം, അവൻ ഇട്ടേച്ച് പോണം, പിന്നെ നിങ്ങളുടെ വായിലിരിക്കണത് ഞാൻ കേൾക്കണം. ഇപ്പൊ തന്നെ നടുവിളിക്കെന്ന് പറഞ്ഞ് കിടപ്പാ. അപ്പൊ നാളെ മാരേജ് സീൻ 2 ദിവസം തിരുമണമെന്നാ പറയണത്. ഓനെ ഞാൻ തിരുമും. മര്യാദക്ക് നാളെ വർക്കിന് വരാൻ പറയുന്നു. ഫുൾ ക്രൗഡ് ഏർപ്പെടാക്കിനി. വന്നില്ലെങ്കിൽ കായത്ര നഷ്ടം അറിയാം. വന്നല്ലോ ഹീറോ. എന്താ ഞങ്ങളുടെ കൂടെ ചേർന്നോ? സാറിന് ഒന്നുകൂടി കാണണമെന്ന് തോന്നി, അങ്ങനെ കൂടിയതാ. ഞാൻ കരുതി താൻ പിണങ്ങിപ്പോയി കാണുമെന്ന്. എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങളേക്ക് വിട്ടിട്ട് ഞാൻ പോവോ സാറേ? ഓനെ നായകനാക്കി ഞാൻ ഒരു പടം പിടിച്ച ഞങ്ങൾ സംവിധാനം ചെയ്യുവോ? ഈ സിനിമ തീരുന്നതിനുള്ളിൽ നിങ്ങൾ എന്നെ കൊന്നില്ലെങ്കിൽ ചെയ്യാം. ദേവി ഇതാ കോപ്പലൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ആ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അമ്മ പറയും, ഞാൻ അമ്മയെടുത്ത് കൊടുക്കാം. ഹലോ, ആ പറഞ്ഞോളൂ. താനെന്താ ഇവിടെ? എന്തിനാ ഇരുട്ടത്ത് നിന്നേന്ന്? ആരെങ്കിലും വന്ന് ലൈറ്റ് അടിച്ചെന്ന് കരുതി. ആരാധന കൊണ്ടാ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിട്ട് ഈ പാത്രം നോക്കി വന്നത്. ഇരിക്കാൻ പറയാത്തോണ്ട് ഇരിക്കണല്ലോ, പോവാൻ പറയുന്നതിന് മുമ്പ് പോവുകയും ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവൂ എന്ന് പറയുന്നു കരുതി പറഞ്ഞില്ല, പോന്നു. അതെ, വട്ടാന്നൊന്നും വിചാരിച്ചേക്കല്ലേ, നോർമലാ. ലൈറ്റ്സ് ഓഫ്. എന്ത് വൃത്തിയുടെ കാണിക്കണേ? എല്ലാത്തിനും സിനിമ പറയണ്ട, ഒരു കാര്യമില്ല. ഹീറോയുടെ എൻട്രി നമ്മൾ റൈറ്റിൽ നിന്നാണ് വെച്ചിരുന്നത്, വേണമെങ്കിൽ ലെഫ്റ്റ് ആക്കാം. ഓക്കെ സർ. അത് ഞങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ഇന്ന് ഏത് രംഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോണേ? കല്യാണം, മാരേജ്. താലിയിട്ട് കാണിക്കുന്നത് ക്യാമറ താലി കെട്ടിയേ പറ്റൂ, അല്ലാതെ ക്യാമറ ഇറക്കൊന്നും അല്ല. അപ്പൊ എത്ര പ്രാവശ്യം ഒരു നടി കല്യാണം കഴിക്കും? സിനിമയിൽ എങ്ങനെ ആയാ മതിയായിരുന്നു. ഇന്ന് ആരുടെ കല്യാണമാടാ? എന്റെ. ഈ ഷോട്ട് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അത് കഴിഞ്ഞ് ഹീറോയുടെ ക്ലോസപ്പ്. ഓക്കെ. ആ ട്രോളി ഫൈനൽ എത്തി കഴിഞ്ഞാൽ ഒന്ന് ചാർജ് പോണം. ഓ യെസ്. ആ HMI ഒന്ന് റൈറ്റ് പാൻ ചെയ്. സാറാ ഇന്റർവ്യൂവിന്റെ വെയിറ്റ് ചെയ്യാൻ പറയാം. സാർ, വിഷ്ണുവിന്റെ കാര്യം പ്രശ്നമാണ്. ഒരു ദിവസം കൂടി നിർബന്ധമായിട്ടും റെസ്റ്റ് വേണമെന്ന് പറയുന്നത്. ഓ, ഇത്രയും ക്രൗഡും വിളിച്ചു കൂട്ടിട്ട് ഇനി എന്താ ചെയ്യാ? വിളിക്കാം വിളിക്കാം. കൊടയുവോ കൊടയുവോ? ഓ സർ പ്ലീസ് ടെൻഷൻ തരരുത്. ആ ലൈറ്റ് ഒന്നുകൂടി പാൻ ചെയ്തേക്ക്. ഹലോ, പാനും കോപ്പൊന്നും ചെയ്യണ്ട. ആ ഹീറോ വന്നില്ല, വിഷ്ണു. അല്ല സർ, ഹീറോയിൻ ഉണ്ടല്ലോ, ഹീറോയ്ക്ക് ഡ്യൂപ്പിടാം. എന്താ? യെസ്, ഇറ്റ്സ് ആൻ ഐഡിയ. പക്ഷെ പറ്റിയ ഡ്യൂപ്പ് വേണ്ടേ? എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. എടുത്തോ സർ. യെസ്, ജീവൻ വിൽ ബി ദ സ്യൂട്ടബിൾ പേഴ്സൺ. സാർ സാർ, എന്റെ സംഭാഷണങ്ങളൊന്നും നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അഭ്യസിക്കാമായിരുന്നു. സംഭാഷണം എന്തിനാ? അതിലും വലുതല്ലേ സ്നേഹയെ കല്യാണം കഴിക്കുന്ന സീന. ടൈറ്റ് റേഞ്ചാ. വേണ്ട സാർ, ശരിയാവില്ല. കേട്ടപ്പോ സന്തോഷിച്ചെങ്കിലും ശരിയാവില്ല, ഞാൻ കുടുങ്ങും. താൻ വിചാരിക്കും പോലൊന്നുമില്ല, മുഖം കാണിക്കില്ല, നായകന്റെ ഡ്യൂപ്പാ. ഹലോ. ഇയാളാണോ ഡ്യൂപ്പ്? നല്ല സീനാണല്ലോ കിട്ടിയത്. അതെ, നല്ല ഉഗ്രൻ സീനാ. ഞാൻ റെഡി സർ. ഓക്കെ, ഫസ്റ്റ് ഷോട്ട് താലികെട്ട്. കല്യാണച്ചക്കനും പെണ്ണും കഴിഞ്ഞ ആ ദിവസം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ആരാന്നറിയോ? ചെക്കന്റെ പെങ്ങൾ. പെങ്ങളാ? അയ്യേ സാർ, ഒരു മിനിറ്റ് പറഞ്ഞിപ്പോ വരാട്ടോ. താലിയാ സാർ. ഇത്രയും നല്ലൊരു കാര്യം നടക്കുമ്പോ എന്റെ കുടുംബക്കാരൊക്കെ വേണ്ടേ സാർ?
പെങ്ങളെങ്കിലും താഴെ പിറകിന്ന് പിടിച്ചു കെട്ടാൻ വേണം സാർ. ഒരു 5 മിനിറ്റ് തന്നാ മതി, ഞാൻ ഇപ്പൊ അവരെ വിളിച്ചിട്ട് വരാം. ഹാ, ഇത് വെറും സിനിമാ കല്യാണാടോ. ഇവിടെ തന്റെ പെങ്ങളൊന്നും വേണ്ട. ചെല്ലു വേഗം, സമയം പോണു. എടാ വരാ. ഒന്ന് പോടാ. ആ ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. ആ, താലി കെട്ടുന്നവർ പിറയുന്നോ സൈഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോട്ടെ. ചേട്ടൻ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തരണേ. തരില്ലേ? ആ നോക്കാം. ജീവൻ, ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് ആക്ഷൻ. സ്നേഹ ഓക്കെ, ജീവൻ ഓക്കെ. അതിന് കഴുത്തി തന്നെ കിടക്കട്ടെ, അഴിക്കണ്ട. അയ്യോ സർ, എന്താ? നൈസ് ജോബ്. ഉണ്ടല്ലേ? വിശാലം, നിന്റെ മോൻ വന്നു. എന്താ? സിനിമാ നടൻ വന്നൂന്ന്. ഒന്ന് വന്നേ, ഒന്നുകൂടെ വന്ന് നോക്കി. കുടുംബം കലങ്ങി. എന്താ എന്താ? നമസ്കാരം അച്ഛാ. ആരാടാ ഇവള്? അച്ഛൻ ഇത് സിനിമാ നടൻ സ്നേഹയാ. കേറിപ്പുടിയകത്ത് പറയേ, എന്താ ഇത്? അച്ഛൻ ടോപ്പ് ഫിലിം സ്റ്റാർ സ്നേഹ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. കൂടെ പോരുന്ന് കരുതിയില്ല, പക്ഷെ പോന്നു. എന്ത് ചെയ്യാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ അനുവാദത്തോടുകൂടി ഞങ്ങളൊരു പുതിയ കുടുംബ ജീവിതം സ്റ്റാർട്ട് ചെയ്തോട്ടെ അച്ഛാ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്റെ അമ്മ, ഈ വീട്ടിലകത്ത് കയറിയാൽ നിന്റെ കാലിയാ പറ്റും. അതിനു മുമ്പ് അച്ഛന്റെ കാല് ഞാൻ പിടിക്കും. അച്ഛാ ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ, ഞാൻ കാല് പിടിക്കാച്ചാ, ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ, ഞാൻ കാല് പിടിക്കാച്ചാ, ഞാൻ കാല് പിടിക്കാം അച്ഛാ, ഞാൻ കാല് പിടിക്കാം അച്ഛാ, അച്ഛാ അച്ഛാ ഞാൻ കാല് പിടിക്കാം അച്ഛാ, അച്ഛാ അച്ഛന് പുണ്യം കിട്ടും അച്ഛാ. ഓ, എന്താ പോ? അച്ഛാ ഞാൻ കാല് പിടിക്കാച്ചാ, ഇവളെ മരുമകളായിട്ട് സ്വീകരിക്കച്ചാ. എടാ, ഒന്ന് കണ്ടു നിർത്ത് നോക്ക്, ഞാൻ നിന്റെ തന്തയാ. തന്തയുടെ കാല് തന്നെ ഞാൻ പിടിച്ചിരിക്കണ അച്ഛാ. വിശാലം, അമ്മയുടെ കാലും ഞാൻ പിടിക്കാം. എടി എന്താ അച്ഛൻ കിടന്ന് വിളിക്കണടി. വാ വേഗം വാ. തടിച്ചി ഓടി വന്നിട്ട് രക്ഷയ്ക്ക്. ഇവൻ എന്നെ വലിച്ചോണ്ട് പോയി വല്ല കിണറ്റിലേക്ക് ഞാൻ വിടുവേ. ഏയ്, എന്റെ കുട്ടിയിരിക്കണടാ. അച്ഛാ ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ. അയ്യോ എവിടെ? ബാലവൊക്കെ പുറത്തുനിന്നോളാം തെണ്ടി. വിടലായത്. അയ്യോ എന്റെ പാക്കരേട്ടാ. അയ്യോ എന്താ ഈ കാണിക്കണേ? ഹായ്, നല്ല രസം. എനിച്ചോണ്ട് കണ്ട ഒരു കുടം വെള്ളം ഉണ്ടായിട്ട് തലയിൽ ഒഴിക്കാം. ഭ്രാന്താടി വിശാലം. മോനെ, നമ്മുടെ പാവ അച്ഛനല്ലേടാ. പാവച്ചാ. വിടടാ മോനെ, വിടടാ. വിടടാ മോനെ. കുരുത്ത കെട്ടവനെ. സ്വന്തം അച്ഛനല്ലേടാ. സ്വന്തം അച്ഛാ. നല്ലോണം ഒഴിക്കടി. അച്ഛൻ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങണേ? സാമദ്രോഹി എന്നെ കൊന്നേനെ. എന്ത് കോമാളിത്തരമാണ് നീ കാട്ടിയത്? അവൻ ആ സിനിമ നടിയെ കല്യാണം കഴിക്കുന്നതായി അഭിനയിച്ചു പോലും. അതെങ്ങാണ്ട് മനസ്സിൽ കയറിയതാ. അത് മാഞ്ഞോളുന്നേ. കല്യാണം കഴിച്ചതല്ലേ തോന്നിയുള്ളൂ. ഫസ്റ്റ് നൈറ്റ് ആണ് തോന്നാത്തത് എന്റെ ഭാഗ്യം. എന്റെ കഴിവേറി. ഓക്കെ, ഗുഡ്, വെരി വെരി ഗുഡ്. സ്നേഹം നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാസ്റ്റർ. പക്ഷെ സ്റ്റെപ്പ് ഭയങ്കര ടഫായിരുന്നു. അതെന്താണെന്നറിയോ? ഫാസ്റ്റ് എൻജോയ് ചെയ്യണം. ഇതിലിനി വേറെ ഷോട്ടൊന്നും വിട്ടിട്ടില്ലല്ലോ. സേതു, ജസ്റ്റ് ഒരു സാരമില്ല, ഒന്നുമില്ല അമ്മേ. cool down, സാർ, അയാൾ cool down, വെറുതെ കള്ളു cool down, man, cool down. സാർ കണ്ടല്ലേ? ഓക്കേ. വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാൻ. ഇത്രക്ക് ആവേശം കാണിക്കണ്ടായിരുന്നു. ഞാനല്ലല്ലോ ചാടി വീണത്, എന്നിലെ പ്രേരക ശക്തിയല്ലേ. അതാരാടാ? അങ്ങനെ ഒന്നുണ്ട്, പ്രിയപ്പെട്ടവർക്ക് ആപത്ത് വരുമ്പോഴത് പുറത്തു വരുള്ളൂ. അങ്ങനെ പുറത്തു വന്നപ്പോഴാ ഇടി കിട്ടിയത്. ഞാൻ ചൂട് പിടിച്ചു തരണോ? പോരാ, കുറച്ചുകൂടെ. ചൂട് പോരാന്ന്, ഒന്നുകൂടി കൂട്ടിക്കോ. കൂട്ടിക്കോ കൂട്ടിക്കോ. കൂട്ടാം കൂട്ടാം. പോരാ, കുറച്ചുകൂടി, കുറച്ചുകൂടി വേണമെന്ന്. നല്ല വേദന കാണും, നന്നായി കൂട്ടിക്കോ. തിളക്കട്ടെ. വെട്ടി തിളയ്ക്കുന്നുണ്ട്.
അടുത്ത് വാ എന്റെ അമ്മ.